എനിക്ക് തോന്നുന്നു ഇതുവരെ 5 സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സീസണിലാണ് പ്രേക്ഷകരായാലും വൈൽഡ് കാർഡ് കൊണ്ടുപോയോ എന്ന് ഭയങ്കരമായിട്ട് പറയുന്ന ഒരു സീസൺ. അപ്പം ആസ് ഒരു വൈൽഡ് കാർഡ് ആയിട്ട് കയറുമ്പോൾ ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടോ? ഈ ഗെയിം ചേഞ്ച് എന്നുള്ളതല്ല, എന്റെ ഗെയിമിലേക്ക് എല്ലാരും കൊണ്ടുവരും. അതാണ് എന്റെ ഒരു പ്ലാൻ. ഞാൻ ഗെയിം ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഗെയിം ഉണ്ടാക്കുന്ന ആരാ? ബിഗ് ബോസ് ആണ്. അങ്ങനത്തെ ബിഗ് ബോസ് ആണ് കണ്ടസ്റ്റൻസിനെ വെച്ചും ഗെയിം കളിക്കുന്നത് ബിഗ് ബോസ് ആണ്. അവരെ ഗെയിം എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്റെ രീതിക്ക് കൊണ്ടുവരാം, കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരും. അപ്പൊ കണ്ടസ്റ്റൻസിനൊക്കെ സോപ്പിട്ട് നിൽക്കാനുള്ള ഒരു പരിപാടി ഉണ്ടോ? സോപ്പിട്ടാ മാത്രമല്ലല്ലോ ആൾക്കാർ വരിക. ഞാനിപ്പോ സംസാരിക്കുകയാണ് നിങ്ങളോട്, ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ട്, ഓക്കെ, ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട്, ഞാൻ സർവൈവ് ചെയ്യണമെങ്കിൽ ഇവന്റെ ഒപ്പം നിന്നാ പറ്റുന്നുള്ള തോന്നൽ വന്നാൽ ആള് കൂടെ പോരുമല്ലോ. ഇല്ല ഒറ്റയ്ക്ക് നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് കളിക്കാം. പൊട്ടിത്തെറി ഒച്ചപ്പാടും ഉണ്ടാവും, ഇല്ലായിരിക്കൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് പൊതുവെ ഭയങ്കര. എല്ലാ മനുഷ്യന്മാരും അങ്ങനെയുള്ളൂ. അതായത് ഞാൻ നോർമൽ ലൈഫിൽ ഇപ്പോ റോഡ് കൂടി നടക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര കുഴപ്പമില്ല. കാരണം വേറെ വഴികളുണ്ട്, കേസ് കൊടുക്കുക, ഫ്രണ്ട്സിനോട് പല രീതിയിൽ. ഒരു വീട്ടിനകത്ത് ആരുമില്ല, ഒന്നുമില്ല, പൊട്ടിത്തെറിച്ചേ പറ്റൂ. പിന്നെ എല്ലാം നോക്കുമ്പോൾ കണ്ടന്റ് ആണ് അവിടെ. എൻഡ് ഓഫ് ദ ഡേ പ്രമോ പോണം, അടുത്ത പ്രമോ കാണിക്കുമ്പോൾ മുഖങ്ങൾ വരണം, ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനൊക്കെ വേണ്ടിട്ട് എന്താണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ഇപ്പൊ നിങ്ങള് ഒരു അഡ്വാൻറ്റേജ് എന്നും പറയാം, ഡിസ്അഡ്വാൻറ്റേജ് എന്നും പറയാം വൈൽഡ് കാർഡ് ആയിട്ട് കയറുമ്പോൾ. കാരണം പുറത്തുനിന്ന് കളി കണ്ടിട്ടാണ് കയറാൻ പറ്റുക. പക്ഷെ അതൊരു ഇതേപോലെ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടും തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പോ ആ വീടിനകത്തുള്ള ആളുകൾ ഇതുവരെ ഒരു യൂണിറ്റി വന്നിട്ടില്ല. 1-2 വ്യക്തികൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്നുള്ളത് മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആരും അത്ര യൂണിറ്റി ഇല്ല. പക്ഷെ ഒരു വൈൽഡ് കാർഡ് വരുമ്പോ ഇവരെല്ലാം ഒറ്റക്കെട്ടാവും. അത് ടാക്കിൾ ചെയ്യാൻ പറ്റും. അതിന് പേടിയുണ്ടോ? എന്ത് പേടി? ഒരു പേടിയില്ല, പോയിട്ട് കളിക്കുന്നു. മനുഷ്യന്മാരല്ലേ പോയിട്ട് പൊളിക്കുമ്പോ. പക്ഷെ ഏതെങ്കിലും ഒരു പോയിന്റില് മീൻസ് ഡൗൺ ആവും അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എന്തെങ്കിലും ഒരു ലൈക്ക് സായിനെ പെട്ടെന്ന് ഡൗൺ ആക്കാൻ പറ്റുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അത്? പ്രത്യേകിച്ചൊന്നുമില്ല, ഫുഡാണ്. ഫുഡ് ഞാനായിട്ട് ഡൗൺ ആവാണെങ്കിലേ ഉള്ളൂ. ഫുഡ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നം കട്ടിംഗ് ഫേസിലാ, തടി കുറച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ പ്രശ്നമില്ല, തടിക്കുന്ന ഫേസിലാണ് ഇത് നടന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഫുഡ് ഭയങ്കര സീനാണ്. എനിക്ക് എന്റെ ഫുഡിൽ ഒരാൾ കൈയിടുന്നത് ഇഷ്ടമല്ല, എന്റെ ഫുഡ് ഒരാൾക്ക് ഷെയർ ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്ക് എന്റെ ഫുഡിന്റെ പ്ലേയിൽ കാരണം എനിക്ക് അങ്ങനെ ഒരു ട്രോമ കിട്ടി വളർന്ന ഒരാളാണ്. നീ പറഞ്ഞ ഫുഡ് നിനക്ക് എന്ത് ട്രോമ? പാരന്റ്സ്, ഫാമിലി, അതായത് നീ ആവശ്യമുള്ള ഫുഡ് മേടിച്ചോ, കഴിക്കും. എക്സ്ട്രാ വേണമെങ്കിൽ ആദ്യം പറഞ്ഞോ. വല്ലോന്റെയും പ്ലേറ്റിൽ കൈയിട്ട് വരരുത്, അവനാന്റെ കൈ കൊണ്ട് എച്ചിൽ കൈ കൊണ്ട് വേറൊരാൾക്ക് എടുത്ത് കൊടുക്കരുത്. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതില്ല. അപ്പൊ പിന്നെ ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ മാത്രം എനിക്കൊരു അവിടെ അൺഫോർച്ചുനേറ്റ്ലി ഫുഡിന്റെ കാര്യത്തിലാണ് എല്ലാ ചായകൾ തുടങ്ങി അടിയാ. അപ്പൊ പിന്നെ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് അടി ഉണ്ടാവണ പോലൊക്കെ ഉണ്ട് അല്ലേ? കണ്ടന്റിന്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്, ക്വാളിറ്റി കുറച്ച് കുറഞ്ഞു പോയി വളരെ. അവര് സില്ലി മാറ്റേഴ്സിന്, അതായത് പേഴ്സണൽ സ്പേസിലേക്ക് ആരും കയറിയിട്ട് ഇപ്പൊ ഉണ്ടായൊരു ഇടി ഇൻസിഡന്റ് അല്ലാതെ ബാക്കിയൊക്കെ ഇങ്ങനെ ദോശ ചട്ടണി അങ്ങനെ പോവാണ്.